ഉപവാസ പ്രാർത്ഥന ദൈവാലോചനയാൽ ക്രമീകരിച്ച ഉപവാസ പ്രാർത്ഥനയാണ്. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതിന്റെ ഓണർഷിപ്പ് പാസ്റ്റർക്കോ സഭയ്ക്കോ ഒന്നും അല്ല, പരിശുദ്ധ ദൈവത്തിന്റെ ആത്മാവിനാണ്. അതുകൊണ്ട് ആ ദൈവാത്മാവിന്റെ കരതലങ്ങളിൽ നമ്മെ അണച്ച് ഈ ദിവസങ്ങൾ ദൈവാലോചനയ്ക്ക് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളിൽ തുറക്കാം. പരിശുദ്ധാത്മാവ് എങ്ങനെ സംസാരിച്ചാലും നമ്മെ അത് അക്സെപ്റ്റ് ചെയ്യാൻ രാമൻ പറഞ്ഞ ഞാൻ പറഞ്ഞ വാക്ക് മനസ്സിലായവർ മാത്രം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ആ എക്സ്പെക്ട് ചെയ്യുന്ന നിലയിൽ ദൈവം സംസാരിച്ചില്ലെങ്കിലും ദൈവം ഏത് നിലയിൽ സംസാരിച്ചാലും ആ നിലയിൽ അത് മനസ്സിലാക്കാം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് പക്ഷേ എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം, ഈ ദൈവത്തിന്റെ ശബ്ദം മനസ്സിലാക്കണമെങ്കിൽ നല്ലൊരു മകന്റെ മനസ്സ് വേണം. ഒരു മകന്റെ മനസ്സുണ്ടെങ്കിൽ അപ്പന്റെ ശബ്ദം മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു നല്ല മകന്റെ മനസ്സോടെ നമുക്ക് ദൈവത്തിന്റെ മതപഠനത്തിലായിരിക്കാം. പ്രത്യേകിച്ച് ബിഷപ്പ് പാസ്റ്ററോട് ഇച്ചിരി സമയം ദൈവജനം സംസാരിക്കാൻ പറഞ്ഞെങ്കിലും പ്രിയ പാസ്റ്ററുടെ സമയം ക്രമീകരിക്കാൻ പറഞ്ഞതുകൊണ്ടാണ് പ്രിയ ലോഷൻ പാസ്റ്റർക്ക് മുഴുവൻ സമയം ക്രമീകരിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ പാതപഠനത്തിലായിരിക്കുമ്പോൾ തുടർന്നുള്ള സമയം ദൈവജന ശുശ്രൂഷയ്ക്കായിട്ട് കർത്തവ്യത്തിനെ ക്ഷണിക്കുന്നു. എല്ലാവരും കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കണം. കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന് എപ്പോഴും മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ് പറയുമ്പോൾ നടക്കുന്ന രണ്ട് കാര്യത്തെക്കുറിച്ച് നമുക്ക് രാവിലെ കേൾക്കാനിടയായി. ഒന്ന് ദൈവത്തിന്, രണ്ട് നമ്മൾ തമ്മിലുള്ള ആ ഒരു ബന്ധം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം കൊടുത്തോ. നടുവിൽ നമ്മളോടൊപ്പം ആയിരിക്കുന്ന ബഹുമാന്യ ദേവദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ ക്ഷണിച്ച ബഹുമാന്യ ദൈവദാസനും ദൈവസഭയ്ക്കും ഞങ്ങളുടെ സ്നേഹവും വന്ദനവും സന്തോഷവും അറിയിക്കുന്നു. രണ്ട്, ഇപ്പോൾ വളരെ സന്തോഷമുണ്ട് നമ്മളോടൊപ്പം നിങ്ങളുടെ ഒരു പൂർവിക ആത്മീയ പിതാവായ പാസായ ഞങ്ങളുടെയും നമ്മുടെ എല്ലാ റീജന്റെ പാസായ വാത്സല്യ കുഞ്ഞമ്പി അവർ നമ്മുടെ നടുവിൽ ഞങ്ങൾ കണ്ട നാൾ മുതൽ അദ്ദേഹം വളരെ സ്നേഹിക്കുകയും സഹകരിക്കുകയും വളരെ ജീവിത വിശുദ്ധി പക്വതയെ സൂക്ഷിച്ചുള്ള തമാശകൾ പറഞ്ഞ് വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു ആത്മീയ ബന്ധം എനിക്ക് ബഹുമാന്യ ദേവദാസനുമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതെന്നും നിലനിൽക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തോട് ഒത്ത് ഇന്നിവിടെ ആയിരിക്കുന്ന കർത്താവ് സന്തോഷിക്കുന്നു. ബഹുമാന്യ ദൈവദാസനെ ശുശ്രൂഷിക്കുന്ന സഭയിലെ ദൈവത്തെ ശുശ്രൂഷിപ്പാൻ എനിക്ക് ഭാഗ്യം ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ഈ പ്രാദേശിക സഭയിലെ ശുശ്രൂഷകരായിരിക്കുന്നവരെ വളരെ സ്നേഹിക്കുകയും കരുതുകയും ഞങ്ങൾക്ക് ആവോളം അവസരങ്ങൾ കിട്ടാൻ മേഖലകളുണ്ടെങ്കിൽ അവിടേക്ക് ഞങ്ങളെ കരം പിടിച്ച് നടത്തുകയും ചെയ്യുന്ന നല്ല മനസ്സ് അദ്ദേഹത്തിനുണ്ട്. അത് മുഖസ്തുതി പറയുന്നതല്ല, ഉള്ള കാര്യം പറഞ്ഞത് സ്തോത്രം ചെയ്യും. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ നടുവിലായിരിക്കുന്ന ബഹുമാന്യ ദേവദാസനെ സ്തോത്രം പ്രിയത്താനും സ്തുതിക്കുന്നു. അതുപോലെ എൻ്റെ ഏറ്റവും നല്ലൊരു സ്നേഹിതൻ പ്രിയ ശിവ സഹോദരൻ നമ്മളോടൊപ്പമായിരിക്കുന്നു. അദ്ദേഹത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതുപോലെ പ്രിയ അമ്മാവോമറ്റുള്ളത് എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു തന്ന സഭയ്ക്കും വിശേഷിച്ച് നല്ല ഭക്ഷണങ്ങൾ ക്രമീകരിച്ചെന്ന ദൈവദാസി എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഉപവാസത്തോടെ ആയിരിക്കുന്ന കർത്താവ് ബലപ്പെടുത്തട്ടെ. ഞങ്ങളുടെ ദൈവദാസനാണ് സ്വതന്ത്രം. അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കുവാനാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരും ചേർന്ന് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളൊക്കെ പേനയും ബുക്കും പേപ്പറും ഒക്കെ ഇരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് കർത്താവിൽ സന്തോഷിക്കാം. ഹല്ലേലൂയ. നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ആത്മാവ് കർത്താവിൽ സന്തോഷിക്കാം. നമ്മളെ ബലപ്പെടുത്തുവാനാകട്ടെ. ഇന്ന് രാത്രി യേശു നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. യേശുവിന് വരാതിരിക്കാൻ പറ്റത്തില്ല. കർത്താവെ നീ വരണ്ടെന്ന് പറഞ്ഞാലും കർത്താവ് ചെയ്യും, സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ കാണിക്കൽ വരണ്ടെന്ന് പറയത്തില്ല, വരണമേന്നേ പറയൂ. എന്തായാലും വന്നിട്ടുണ്ട്. കാരണം വചനം അത് പറയുന്നു. കർത്താവിന്റെ നാമത്തിൽ 2 3 പേർ ഇവിടെ കൂടി വരുന്നു, അവരുടെ നടുവിൽ ഞാനുണ്ട്.
അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയില് ഈ കൊട്ടാരക്കര പട്ടണത്തില് കരിക്കം ദേശത്ത് ഈ സഭയ്ക്കകത്ത് യേശു വന്നിട്ടുണ്ട്. യേശു വന്നതിനാൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് യേശുവിനോടൊപ്പമായിരിക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈ കൊടുക്കും, സ്വന്തം ചെയ്യുന്നു. എപ്പോഴെങ്കിലും പാസ് ഇങ്ങനെ കൈ കൊടുക്കുന്ന അവസാനം പാസിന്റെ കൈ കൊടുക്കാതിരിക്കാൻ വേണ്ടി പാസ് കൈ എന്തെങ്കിലും മടക്കി എനിക്ക് തരും. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ അവിടെ കൈ കൊടുത്തപ്പോഴത്തേക്ക് അച്ഛനെ വിചാരിക്കാൻ എനിക്ക് എപ്പോഴാണ് കയ്യിരുന്നത്. സ്തോത്രം ചെയ്യുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുവാനാകട്ടെ. നമുക്ക് സന്തോഷത്തോടെ ആയിരിക്കും. ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാമത്തെ അധ്യായം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം. അതിലെ 4, 5, 6 വാക്യം നമുക്ക് പ്രാരംഭത്തിൽ വായിക്കാം. മതി. സ്തോത്രം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, സ്നേഹമുള്ള ദൈവമേ, 21 ദിവസം ദൈവത്തിന് സന്നിധിയിൽ താണിരിക്കുന്ന ദൈവസഭയുടെ ശുശ്രൂഷയുടെ ഈ രാത്രിയിൽ ദൈവത്തിന് മുൻപാകെ ഞങ്ങളെ ഏവരെയും സമർപ്പിക്കുന്നു. ഈ 2ാമത്തെ ദിവസം പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ പകലുണ്ടായിരുന്നല്ലോ. ഇന്ന് രാത്രിയിലും അങ്ങയുടെ മകൾ സാന്നിധ്യമുള്ളതിനായി സ്തോത്രം. വായിച്ച് കേൾക്കപ്പെട്ട വിലയേറിയ വചനത്തിനായി നന്ദി പറയുന്നു. അത് ഞങ്ങളോട് സംസാരിക്കണമേ. വേണ്ട വിധത്തിൽ വചനത്തെ വിഭാഗിച്ച് ദൈവജനത്തിന് കൊടുപ്പാട് കൃപ എളിവർ നൽകണം. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം. മഹത്വമെല്ലാം അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ, ആമേൻ. പഴയ നിയമത്തിലെ ഒരു പ്രാർത്ഥനാ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഒരു സാന്നിധ്യം പഴയ നിയമത്തിൽ ഒരു പ്രാർത്ഥനാ മനുഷ്യൻ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടത് വേദപുസ്തകത്തിൽ നമുക്ക് വായിച്ചറിയാം. അപ്പോൾ തന്നെ പുതിയ നിയമത്തിലെ ഒരു പ്രാർത്ഥന മകൻ വ്യക്തിപ്രഭാവത്തെ വേഗത്തിൽ ചൂണ്ടിക്കാണിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മാവിൽ ആരാധിച്ച് ബലപ്പെടും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. 10-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ ശ്രദ്ധിക്കുമ്പോൾ കാണാൻ കഴിയും താൻ ഒരു ദർശനം കണ്ടു. കൂടെ ഒന്ന് വായിച്ചു തരുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സന്തോഷമായിരിക്കും. 10-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ. പാർസി രാജാവായ കോരസിന്റെ 3-ാം ആണ്ടിൽ ബെൽശസ്സർ എന്ന പേരുള്ള ദാനിയേൽ ഒരു കാര്യം വെളിപ്പെട്ടു. ആ വെളിപ്പാടിലേക്ക് നയിച്ചു വായിച്ചു കേൾപ്പിക്കുന്നു. ആ കാര്യം, വെളിപ്പെട്ട കാര്യം സത്യമാണ്. ദൈവം സത്യമേ വെളിപ്പെടുത്തു. ദൈവം വെളിപ്പെടുത്തിയാൽ അത് സത്യമായിരിക്കും. ആ കാര്യം സത്യവും മഹാകഷ്ടവും ഉള്ളതായിരുന്നു. അതിന് മുമ്പുള്ള അധ്യായം വായിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയെ കുറിച്ച് കാണിക്കുന്നു. പ്രാർത്ഥന മുൻപോട്ട് പോകുകയാണ്. തുടർന്ന് ഈ വിഷയം എഴുതി വരികയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഈ മനുഷ്യന് ഒരു ദൈവികമായ ഒരു വിഷയം വെളിപ്പെട്ടു വന്നു. വെളിപ്പെട്ട വിഷയം സത്യമാണ്. വായ തുറന്ന് പറയാം, സത്യമാണ്. മാത്രമല്ല അത് മഹാ കഷ്ടമുള്ളതുമാണ്. 2 വിഷയം അവിടെ. ഒന്ന് സത്യമാണ്, അത് മഹാ കഷ്ടമാണ്. വെളിപ്പെട്ട വിഷയം നമുക്ക് വെളിപ്പെട്ടാലോ? സത്യമാണെന്ന് ശരിയാണ്, കൊള്ളാം. പക്ഷെ വെളിപ്പെടുന്ന മഹാ കഷ്ടമാണെങ്കിലോ? 2 വിധത്തിൽ ചിന്തിക്കാം. ഇത് ചിലപ്പോൾ ദൈവികമല്ലായിരിക്കാം. ഈ വെളിപ്പെടുത്തിയത് കഷ്ടമായ കാര്യമാണെങ്കിൽ, ചിലപ്പോൾ പോരാട്ടമാണെങ്കിൽ അതായിരിക്കത്തില്ല. അപ്പൊ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഇദ്ദേഹത്തിന് വെളിപ്പെട്ടിരിക്കുന്ന ഒരു വലിയ മഹാകഷ്ടം ഒരു കാലത്ത് സംഭവിക്കാൻ പോകുന്ന ഇസ്രായേൽ ചരിത്രങ്ങളുടെ വിഷയമാണ്. പക്ഷെ ഇന്ന് രാത്രി ഉപവസിക്കുന്ന നമ്മുടെ ദൈവത്തിന് ഇന്ന് രാത്രി ഈ വചനത്തിൽ കൂടെ ദൂതുകൾ പറയാനുണ്ട്. അപ്പോൾ വലിയ കഷ്ടമാണ്. ആ സമയത്ത് ആ കാര്യം
വിഷയം സത്യമാണ്, മഹാ കഷ്ടമായ വിഷയം. ഇതിനെ കുറിച്ച് താൻ ചിന്തിച്ചു. ആ കാര്യം ദർശനമായി വെളിപ്പെട്ട വിഷയത്തിൽ താൻ ശ്രദ്ധ വെക്കാൻ തുടങ്ങി. തനിക്ക് പിന്നെ സ്വസ്ഥതയില്ല. ആ വിഷയം ചിന്തിച്ച് 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 എങ്ങോട്ട് പോയാലും ചിന്തിക്കുക. രാജകൊട്ടാരത്തിന് സകല ജോലിയും ചെയ്യുമ്പോഴും ഏതെല്ലാം തിരക്കേറിയ സമയമാണെങ്കിലും വിഷയം ചിന്തിച്ച് ചിന്തിച്ചിരിക്കുക. വെളിപ്പെട്ട വിഷയം തന്റെ ഹൃദയത്തിന് സ്വസ്ഥത കൊടുക്കുന്നില്ല. തനിക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങാൻ കഴിയുന്നില്ല. കാരണം നിസ്സാരമായ വിഷയമല്ല വെളിപ്പെട്ട് വന്നത്. ചില വിഷയങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് കിടന്ന് നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തി നമ്മുടെ ആവുല ചിന്തകളെ ഇളക്കിക്കൊണ്ടുവരുന്ന ചില വിഷയങ്ങളുണ്ട്. അതിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടും. അതാണ് രാത്രിയിൽ ആദ്യത്തെ ദൂത്. സ്തോത്രം, സ്തോത്രം. നിനക്ക് നിന്റെ മനസ്സിനകത്ത് നീ എന്ന പദം ഉപയോഗിക്കുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ എല്ലാവരും ബഹുമാനിക്കുന്നു. നമ്മുടെ ഹൃദയത്തിനകത്ത് അല്ല നമ്മുടെ ജീവിതത്തില് നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയാത്ത ഒരു പ്രശ്നത്തെ കുറിച്ചാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നെങ്കിൽ പിന്നെ സ്വസ്ഥതയില്ല. അങ്ങനെ പലരും ഇതിനകത്തിരിപ്പുണ്ട്, പലരും ഇതിനകത്തിരിപ്പുണ്ട്. ഈ രണ്ടാമത്തെ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിന് ഇടപെട്ടേ പറ്റത്തുള്ളൂ. നിനക്ക് പരിഹരിക്കാൻ കഴിയാത്തൊരു വിഷയം നിന്റെ ഹൃദയത്തിന്റെ അകത്ത്, നിന്റെ ഹൃദയത്തിന്റെ അകത്ത്, ആ നെഞ്ചുകൂടിനകത്ത് സ്വസ്ഥത തരാതെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി അവിടെ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങും, അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും. അതിനകത്തൊരു സ്വസ്ഥത കണ്ടാവും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിന്റെ തലമുറയെ കുറിച്ച് പലപ്പോഴും നീ ഭാരപ്പെടുക. ആകെ ടെൻഷനാണ്. വല്ലാത്തൊരു കാലം, ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്തൊരു ലോകമാണ്, ആരെയും വിശ്വസിക്കാൻ കഴിയാത്തൊരു കാലമാണ്. തലമുറയുടെ വിഷയത്തിൽ എന്ത് ചെയ്യുമെന്ന് ആകുലപ്പെട്ട് ഹൃദയത്തിനകത്ത് വല്ലാതെ അസ്വസ്ഥത അനുഭവിക്കുന്ന മാതാപിതാക്കള് ഈ ഹാളിനകത്ത് വന്നിട്ടുണ്ട്. അവരോട് ദൈവത്തിന് ഇടപെടുവാനുണ്ട്. അവരുടെ വിഷയത്തിന് മേല് ഒരു ദൈവ പ്രവൃത്തി കർത്താവ് തുറക്കാൻ പോകുന്നു. കരമടിച്ച ദൈവത്തിന് മകത്തുകൊടുക്കുക. ദൈവത്തിന്റെ ഫലം ഇന്ന് രാത്രിക്കാർ നമുക്ക് വേണ്ടി ചലിക്കട്ടെ. ചില ഹൃദയങ്ങളിൽ വല്ലാതെ യാതൊരപ്പെടുത്തുന്ന, വല്ലാതെ ഭാരപ്പെടുത്തുന്ന ചില വിഷയങ്ങളുണ്ട്. ഇന്ന് രാത്രി യേശു അതിനെ തൊടാൻ പോകുന്നു. അവരുടെ ഭാവി വിഷയമാണോ? അവരുടെ ഭാവി വിഷയമാണോ? അവരുടെ വിദ്യാഭ്യാസ വിഷയമാണോ? അല്ല, അവരെ കുറിച്ചുള്ള ദൈവിക വാഗ്ദത്തങ്ങളുണ്ട്. പക്ഷെ ജീവിതം വല്ലാതെ ഓപ്പോസിറ്റിലാണ് പോകുന്നത്. ഓർത്ത് ഭാരപ്പെടുകയാണോ? ഇന്ന് രാത്രി വിടുതലായിക്കൊണ്ട് യേശു വന്നിട്ടുണ്ട്. സ്തോത്രം. എന്താകും എന്താകും എന്നുള്ള ചിന്ത, എന്താകും എന്താകും എന്നുള്ള ചിന്ത, അതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നു. നമ്മൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആശ്വാസത്തിന്റെ പറഞ്ഞിന്റെ സകല ചിന്താകുലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ നമ്മൾ എന്താ പറയും? ഈ വാക്യം പറയും. ഈ വാക്യമുള്ളത് നമ്മൾ എന്തെങ്കിലും പിടിച്ചിരിക്കുന്നു. നമ്മളെല്ലാം തീയാണ്. രാവിലെ ഇവിടെ കത്തിയവരെ അവിടെയാണ്. സ്വന്തം ആ ചൂട് വരെ മാറിയിട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ അങ്ങനെ വാക്യം പറഞ്ഞുകൊണ്ടിരുന്ന പോലെ പരിഹാരമുണ്ടാകണം, പരിഹാരമുണ്ടാകണം. ഹല്ലേലൂയ. ഒരിക്കൽ ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ ദൈവം തന്നെ ഭക്തനായ മോശയെ മിസ്രൈമിൽ അയച്ചു. മോശയോട് പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നീ അവിടെ പോയി ചെയ്യണം. അങ്ങനെ അദ്ദേഹം അത്ഭുതങ്ങൾ പലതും ചെയ്തു. ദൈവം പറഞ്ഞ വാക്കുകളൊക്കെ ഫറവോനോട് സംസാരിക്കുന്നു. അത്ഭുതങ്ങൾ പലതും നടക്കുന്നെങ്കിലും ജനത്തെ അവർ വിട്ടുതരുന്നില്ല. 6-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, പുറപ്പാട് 6:1 മുതൽ വായിക്കുമ്പോൾ ചില കാര്യം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. മോശ ചെന്ന് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നീ പറഞ്ഞ പോലൊക്കെ ചെയ്യുന്നുണ്ട്, നീ അത്ഭുതം ചെയ്തോ? ആ അത്ഭുതം ചെയ്തു, പക്ഷെ എന്തില്ല, ജനത്തെ വിടുന്നില്ല. രാത്രി ഒരു കാര്യം ഓർക്കണം, അത്ഭുതം നടക്കുന്നുണ്ട്, വിടുതൽ നടക്കുന്നില്ല. അത്ഭുതം നടക്കുന്നുണ്ട്, വിടുതൽ നടക്കുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി കൊണ്ട് അത്ഭുതം മാത്രമല്ല, വിടുതലും അതിന് പുറകെ വരുന്നുണ്ട്. അവിടെ പറയുന്നത്, എന്റെ ശക്തിയുള്ള കൈ കണ്ടിട്ട് അവൻ വിട്ടുതരുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അത്ഭുതം പലരും അവിടെ ചെയ്തു, പല അത്ഭുതം ചെയ്തു, പക്ഷെ എന്ത് ചെയ്തില്ല? വിടുതൽ നടന്നില്ല. പക്ഷെ ദൈവം പറയുന്നു, പേടിക്കണ്ട, എന്റെ ശക്തിയുള്ള കരം ഞാൻ അവനെ കാണിക്കും, അപ്പോൾ അവൻ വിട്ടു തരും. സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ രാത്രി ആഴമായി സംസാരിക്കുന്നു. പല വിഷയത്തിനും വിടുതൽ നടക്കുന്നില്ല.
അത്ഭുതങ്ങൾ ഉണ്ടെങ്കിലും വിടുതലില്ലാതെ ഭാരപ്പെടുന്ന ഒരു വിഷയമുണ്ട്. ഇന്ന് രാത്രി യേശു നിനക്ക് വേണ്ടി ആ കരം ചലിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ശക്തിയുള്ള ദൈവത്തിന്റെ കരം ദൈവജനത്തിന് വേണ്ടി ഇന്ന് രാത്രിയിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ ദൈവജനത്തിന് വിടുതലോ നിന്നെ ഒതുക്കി വച്ചിരിക്കുന്ന ദേശത്തിന്റെ അധിപതികൾക്ക് നിത്യ ഭയമായി മാറട്ടെ. സ്തോത്രം, സ്തോത്രം. 6-ന്റെ 1-ാമത്തെ വാക്യം വായിച്ചു വരുമ്പോൾ കാണുന്ന എങ്ങനെയാണ്? എന്റെ ശക്തിയുള്ള കരങ്ങളിട്ട് അവരെ വിട്ടു തരും. ഒന്ന് വായിച്ചു കേൾപ്പിക്കാം പ്ലീസ്. യഹോവ മോശയോട് ഞാൻ ഫറവോട് ചെയ്യുന്നത് കാണും, ശക്തിയുള്ള കൈ കണ്ടിട്ട് വിട്ടായിരിക്കും. 1 ശക്തിയുള്ള കൈ കണ്ടിട്ട് വിട്ടായിരിക്കും. അവളൊരു പ്രവാചകയായി വരട്ടെ കേട്ടോ. ഹല്ലേലൂയ, സ്വന്തം. നിങ്ങളോട് തോന്നുന്ന ഒരു രാവിലെ സന്തോഷത്തോടെ ആരാധിച്ചവരാണ്. നല്ല ഹല്ലേലൂയ പറഞ്ഞാണ്. സംഭവിക്കോ ഇല്ലയോ? ഹല്ലേലൂയ. അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിന് മേലും എന്റെ ആത്മാവിനെ പകരുമെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിൽ ദൈവദാസന്റെ കാര്യം പറഞ്ഞാൽ ദൈവം അത് ചെയ്തിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. വിട്ടയക്കും. ആമേൻ. ഇവിടെ ജീവിതത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. വിട്ടയക്കത്തില്ലെന്ന് പറയുന്ന പ്രതികൂലങ്ങളെല്ലാം അഴിഞ്ഞ് താഴെ പോകട്ടെ. അവരുടെ ജീവിതത്തിൽ വലിയൊരു വിടുതൽ അയക്കട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്താൽ ഇന്ന് രാത്രി ദൈവിക ഫലം ഇവർക്ക് വേണ്ടി ധരിക്കട്ടെ. എന്റെ ശക്തിയുടെ കൈ കണ്ടിട്ട് വിട്ടയക്കും. ദൈവമേ വിട്ടയക്കും. ഭാഷ എന്നോടൊന്നും ചോദിക്കല്ലേ സ്തോത്രം. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ച് അങ്ങനെ പൊക്കോളാനല്ല. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിട്ടുവെക്കും. ഇന്ന് രാത്രി ആത്മാവിൽ ആ വചനം ഈ ദൈവദാസന്റെ മേൽ ഇറങ്ങി വരട്ടെ. ദൈവത്തോട് പറ്റിയിരിക്കുന്നുവെങ്കിൽ നാളുകളായി നീ ഭാരമായി ചുമക്കുന്ന വിഷയത്തിന് മേല് ഒരു ദൈവിക വിടുതൽ വെളിപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ കരത്തിലേക്ക് ആശ്രയിക്കുക. യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? നിന്റെ ഭാരങ്ങളെ മാറ്റുവാൻ കഴിയുന്ന ദൈവത്തിന്റെ കരം കർത്താവിന്റെ ആത്മാവിന്റെ രാത്രി വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. 2 വായിച്ച് കേൾപ്പിക്കാൻ ദൈവദാസി. ഓടിച്ചു കളയും. 1 വിട്ടയക്കും. എങ്ങനെയും ഒന്ന് പോകാൻ വേണ്ടിയാണ് ഈ ജനം ആഗ്രഹിക്കുന്നത്. കാരണം അവരുടെ ജീവിതം കൈപ്പായി. എങ്ങനെയും ഇവിടെ നിന്ന് പോയാൽ മതി. അതുകൊണ്ട് യഹോവയായ ദൈവമേ ഞങ്ങളുടെ കഷ്ടത നീ കാണുമെന്ന് നിലവിളിച്ചത്. ദൈവം നിലവിളിക്കുന്ന മോശം റെഡിയായി ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ വിട്ടയക്കാൻ ദൈവത്തിന്റെ കരം ഇവർക്ക് അനുകൂലമായപ്പോൾ ഫറവോ പറയുന്നു പൊക്കോളാൻ. അപ്പോൾ എന്റെ ഒരു ഭാഷ ചിന്ത. അപ്പൊ അവര് പറയാണ് ഞങ്ങൾ നാളെ പൊക്കോളാം. ഞങ്ങളെല്ലാരും കൂടെ നാളെ പൊക്കോളാം എന്ന് പറഞ്ഞ് ഒരു ദിവസം കൂടെ അവിടെ നിൽക്കാമെന്ന് വിചാരിച്ച ഫറവോന് സ്വസ്ഥതയില്ല. അതാ ഓടിച്ച് കളയുമെന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ആത്മാവിന് ശക്തമായി ഇടപെടുന്നു. ദൈവകരം നിനക്ക് വേണ്ടി ചലിച്ചു കഴിഞ്ഞാൽ പിന്നെ നാളെ മതി എന്ന് നീ പറഞ്ഞാൽ പോലും ദൈവത്തിന് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കും. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. നാളെ മതി എന്ന് നീ പോലും പറഞ്ഞാലോ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങിയിരിക്കില്ല. അവനെ ഇളക്കുന്നത് നിങ്ങൾ പൊക്കോളാൻ പറയും. സ്തോത്രം. എന്തിനാ ഇത് പറഞ്ഞത്? സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഹൃദയത്തിനകത്ത് വേദനകൾ ഭാരങ്ങൾ അറിയുന്ന ദൈവത്തിന്റെ കരം നമുക്ക് ഇവിടെ ചലിച്ചിരിക്കുന്നു. ആമേൻ. അപ്പോൾ ഈ ദർശനത്തിൽ ശ്രദ്ധ വെച്ച് അത് നമ്മളെല്ലാവരും വേദപുസ്തകത്തിൽ വായിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന പരിചയമുള്ള 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയെ കുറിച്ചൊക്കെ നമ്മൾ എടുത്തു പറയാറുണ്ട്. അത് 3 ആഴ്ച വട്ടം അതവിടെ നിൽക്കട്ടെ. ഈ ദിവസം അദ്ദേഹം സ്വാദഭോജനം ഭക്ഷിക്കുകയോ തലയിൽ എണ്ണ തേക്കുകയോ മറ്റൊന്നും ചെയ്യാതെ ഈ വിഷയത്തിന്റെ പേരിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നു. ആ ഇരുന്നപ്പോഴാണ് അടുത്ത ഒരു മകൾ വ്യക്തി പ്രഭാവത്തിന്റെ രംഗപ്രവേശനം വായിച്ചു കൽപ്പിക്കുന്നു. ഇവിടെ ബൈബിൾ വായിക്കാനുള്ളവരുണ്ടോ? അപകടം ഞങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലേ, അത് ഞങ്ങളത് പിടിച്ചു നിന്ന് പോട്ടെ. സ്വന്തം എന്താണെന്നറിയാമോ? ഇവർക്കൂടെ വായിക്കാൻ അവസരം നിങ്ങൾ കൊടുക്കാതെ പ്രയാസപ്പെട്ടിരിക്കുന്നെങ്കിലോ സ്വന്തം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്വന്തം. ദൈവം നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കും. ദൈവത്തിന്റെ വചനങ്ങൾ നിങ്ങൾ ശക്തമായിട്ട് കാണാതെ പറയുന്ന പോലെ പറയത്തക്ക ആത്മാവ് നിങ്ങളുടെ മേൽ ഇറങ്ങി വരും.
അഗോചരമായ ദൈവിക മർമ്മങ്ങളുടെ യാത്രത്തിൽ കൂടെ പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞത് അദ്ദേഹം ദൈവത്തിന്റെ സന്നിധിയിൽ ഈ ഒരു സ്പെഷ്യൽ ആത്മമണ്ഡലം, നമ്മുടെ ലോക്കൽ ഭാഷയാണ് ഉപയോഗിക്കുന്നത്, ഒരു പ്രത്യേകമായ ഒരു തലത്തിലേക്ക് കയറാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം ഹിന്ദക്കൽ എന്ന നദീതീരത്ത് അവിടെ പാർക്കുകയാണ്. ദൈവത്തിന്റെ പ്രമാണം വിട്ടുപോയ ഒരു കൂട്ടം ജനത്തോടൊപ്പം തന്നെ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു. പുള്ളി ഒന്നും ചെയ്തില്ല, പുള്ളി മാക്സിമം പിടിച്ചു നിന്നതാ. പക്ഷെ എന്ത് ചെയ്തു? പോകേണ്ടി, അത് പറഞ്ഞത് തെറ്റൊന്നുമല്ല, പോകേണ്ടി വന്നു. എല്ലാത്തിനും നോക്കിക്കൊള്ളു. ആ കൂട്ടത്തില് ദാനിയേലിനെ കൊണ്ടുപോയി. സ്തോത്രം. അകപ്പെട്ടുപോയി. എനിക്കും അവരെ പോലെ ഗതിയാകുന്നു എന്ന് ലോകം പറയത്തക്കവണ്ണം അകപ്പെട്ടുപോയി. സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ അകപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് നിരാശപ്പെടാനല്ല, ആ കൂട്ടത്തിൽ നിന്നെ ഇവിടെ വിട്ടതിന്റെ പിന്നിൽ ഒരു ദൈവിക ഉദ്ദേശമുണ്ട്. കർത്താവെ തെറ്റ് ചെയ്ത് അവരെ മാത്രം പിടിച്ച പോരായിരുന്നു, എന്നെ കൂടെ എന്തിനാണ് അതിനകത്ത് അകപ്പെടുത്തിയത്? ഉത്തരം, അവരോട് എനിക്ക് സ്നേഹമുണ്ട്. അവരെ മടക്കിക്കൊണ്ട് വരണമെങ്കിൽ എനിക്ക് നിന്നിലൂടെ അവരുടെ മേൽ ഇറങ്ങി വരണം. എനിക്ക് നിന്നിലൂടെ അവരുടെ മേൽ ഇടപെടുവാനുണ്ട്. എനിക്ക് നിന്നിലൂടെ അവരോട് ഇടപെടുവാനുണ്ട്. നിന്നിലൂടെ അവരോട് സംസാരിക്കാനുണ്ട്. സ്തോത്രം. അങ്ങനെ അദ്ദേഹം ദൈവത്തിന് പ്രാർത്ഥിക്കുമ്പോൾ കണ്ട ഭാഗമാണ് വായിച്ചത്. ശണവസ്ത്രം ധരിച്ച് അരയ്ക്ക് ഉപാസ്തംഭമുള്ള ഒരു കച്ച കെട്ടിയിരിക്കുന്നതും ഒരു പുരുഷനെ കണ്ടു. വന്നിട്ടിരിക്കുന്ന വേദഭാഗങ്ങൾ മുഴുവൻ കർത്താവായ യേശു ക്രിസ്തു ജഡശരീരത്തിൽ വെളിപ്പെടുന്നതിന് മുമ്പുള്ള മനുഷ്യ രൂപത്തെയാണ് കാണിച്ചിരിക്കുന്നത്. സ്തോത്രം. അതിനെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഇന്ന് രാത്രി പുതിയ നിയമവിശ്വാസികളാണ് നമുക്ക് പറയാൻ പറ്റും, മഹാകഷ്ടമായ വിഷയമാണ് വെളിപ്പെട്ടതെങ്കിലും പരിഹരിക്കുന്ന യേശു അതിന് പിന്നിൽ വെളിപ്പെട്ടു വന്നു. സ്തോത്രം. ചിന്തിച്ച് വല്ലാതെ കുഴപ്പത്തിലാകുന്ന വിധത്തില് വിഷയം നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നെങ്കിൽ നീ ഭാരപ്പെടണ്ട. നിന്നെ വിളിച്ച യേശു നിന്റെ കൂടെയുണ്ട്. നിന്നെ വിളിച്ച കർത്താവ് നിന്റെ കൂടെയുണ്ട്. ദൈവത്തിന് അറിയാം നിനക്ക് ചുമക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയുടെ വക്കിൽ നീ എത്തി നിൽക്കുന്നു. അവിടെ കൈവിടാതിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവമാണ്. രാത്രി ആ ദൈവസാക്ഷി ഹോളകത്ത് വന്നിട്ടുണ്ട്. എത്ര മഹാപ്രതികൂലമാണെങ്കിലും, എത്ര മഹാകഷ്ടമാണെങ്കിലും, എത്ര വലിയ എതിർപ്പാണെങ്കിലും, എത്ര വലിയ വെല്ലുവിളിയാണെങ്കിലും നിന്നെ അയച്ച ദൈവം നിന്റെ കൂടെ ഇറങ്ങി വരുമെന്ന് ഇന്ന് രാത്രി ആത്മാവ് ശക്തമായി സംസാരിക്കുന്നു.